Once again, good morning, my dear students, and welcome to the new session of online class of marketing management. We were analyzing product policies, okay, and there are 6 important policies there, and we were analyzing the first of them, that is product planning and development. You have studied what is product planning and what is product development, what are the important steps involved in planning and development, and in that product planning and development we have studied that product life cycle is very important, and at the same time we have to apply certain important strategies to tackle the various problems in different stages of product life cycle. And also studied the important steps in the new product development. Okay, and now there are some pending portions in that topic, that is product planning and development. We have to discuss those topics in this class, and the first one is product failure. While analyzing the process of product planning and development, we have also to see what are the reasons for product failures and what is product failure. What do you mean by product failure? If the product we have implemented to the market, it does not catch that much attention of the consumers, and simply we can say that if it fails to be sold highly or to make that much profit expected by the seller, we can say that the product is a failure. And there are so many causes for that failure also. ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ വേണ്ടത്ര അറ്റൻഷൻ നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ സെല്ലർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റബിലിറ്റി അതിന് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ സെല്ലർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചറർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര സാറ്റിസ്ഫാക്ഷൻ അതിന് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ആ പ്രോഡക്റ്റിനെ നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം? ഫെയിലിയർ ആണ് എന്ന് വിശേഷിപ്പിക്കാം. ദെൻ പ്രൊഡക്റ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാവുന്ന പ്രോസസ്സല്ല. പ്രൊഡക്റ്റ് പ്ലാനിങ് നമുക്കറിയാം, ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആൻഡ് it have to be started a bit earlier before the production is starting, and ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് വളരെ കെയർഫുള്ളായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഫെയിലിയർ ആയാൻ സാധ്യതയുണ്ട്, അല്ലേ? നമ്മുടെ അനാലിസിസിൽ നടക്കാനായിട്ട് സാധ്യതയുള്ള ചില വീഴ്ചകൾ നമ്മൾ ആ ഒരു സ്റ്റഡി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, അല്ലേ? അതായത് ഒരുപാട് എറേഴ്സ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നല്ലതിനെ തള്ളിക്കളയാനും ചീത്തയായതിനെ സ്വീകരിക്കാനും, നല്ല പ്രൊജക്റ്റുകളെ റിജക്റ്റ് ചെയ്യാനും, അതേസമയം നമുക്ക് ഒട്ടും നല്ലതല്ലാത്ത പ്രൊജക്റ്റുകളെ സ്വീകരിക്കാനും ചിലപ്പോൾ നമ്മൾ തയ്യാറായെന്ന് വരും. എങ്ങനെയാണെങ്കിൽ നമ്മുടെ അനാലിസിസ് മോശമാണെങ്കിൽ, അനാലിസിസ് ചെയ്യുന്ന വ്യക്തി എക്സ്പെർട്ട് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇനഫ് അല്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ ബിസിനസ് അനാലിസിസ് അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്ന പ്രോസസ്സ് വെറുതെ ആയിപ്പോവും. അതൊക്കെ ബിസിനസ് ഫെയിലിയറിനുള്ള അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫെയിലിയറിനുള്ള കാരണമാവാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ടത്ര ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കര ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയി മാറുന്നുണ്ടെങ്കിൽ, എത്ര ശ്രമിച്ചിട്ടും കോസ്റ്റിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരിധിയിൽ നിലനിർത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കിട്ടുന്ന റിസോഴ്സുകളെ നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ,
നമ്മളുടെ ടെസ്റ്റ് റണ്ണിങ് നല്ലതായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ച സമയത്ത് അവിടെ ടെസ്റ്റ് റണ്ണിങ് അല്ലെങ്കിൽ മാർക്കറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിരുന്നു. ആ മാർക്കറ്റ് ടെസ്റ്റിങ്ങിന് ഒരുപാട് കണ്ടീഷൻസ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റ്, ആ ഒരു റെപ്രസെൻറ്റേറ്റീവ് മാർക്കറ്റ് അത് ശരിയായിട്ടുള്ളതായിരിക്കണം, കൃത്യമായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കണം. അതല്ലാതെ നമ്മൾ ഏറ്റവും റോങ് ആയിട്ടുള്ള ഒന്നിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി റോങ് റിസൾട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, തരിക. അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ പഠിച്ച വേറൊരു സംഭവമാണ്, നമ്മൾ ആവശ്യത്തിന് കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ആവശ്യത്തിന് റെസ്പോണ്ടൻസിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 100 പേര് വേണ്ട സ്ഥാനത്ത് ഒരു 10 പേരെ മാത്രം വെച്ചിട്ട് നമ്മൾ സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് റോങ് റിസൾട്ടായിരിക്കും. ദെൻ ആ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും, പ്രൊഡക്ഷൻ ആരംഭിക്കും, അതേസമയം മാർക്കറ്റിൽ അതൊരു ഫെയിലിയർ ആയിട്ട് മാറാനും. അപ്പോൾ 1-2 പേര് പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാനോ അത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ സാധിക്കില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയുടെ ആ ഒരു അനാലിസിസ്, നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ അപര്യാപ്തത ഒക്കെ എന്തിന് കാരണമാണ്? പ്രൊഡക്റ്റ് ഫെയിലിയറിന് കാരണമാണ്. യു ഹാവ് ടു സ്റ്റഡി ദീസ് കോസസ്. എന്തൊക്കെയാണ് ആ കോസസ് എന്ന് ഇഫ് യു ആർ ഗോയിങ് ടു എ ബിസിനസ് മാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴേ തന്നെ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും നല്ല ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഫെയിലിയർ ആവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന റീസൺസ്: faulty conception of product ideas. When we are analyzing the ideas, when we are screening the ideas and we are selecting one of the best idea, it should be the best one in the real sense and it should not be the wrong one. If we are selecting the wrong idea, certainly our product will be a failure. And next one, design of the product not matching with consumer needs. When the products are not matching and it is not going to fulfill the wants and needs of the consumers, then we can say that it's a failure. Next one, higher cost of production than the estimated cost. Producer estimated a cost of production, but practically we cannot maintain that optimum level of cost of production, and if that's the situation, it will certainly increase the cost of production, and when we are pricing that product, our price will also be increased and we cannot earn our expected rate of return, and it will decrease the profitability of the concern, and finally we have to withdraw the product from the market, and that's also a product failure. And next one, unsatisfactory product performance or unsatisfactory performance of the product. If it is not that much quality, or we cannot deliver it in the proper quantity, and if it is not that much up to the performance as it is desired by the consumer, it's a product failure. And next one, incorrect business analysis as a feasibility of product ideas. Incorrect business analysis as the feasibility. Feasibility means whether it is practical. The idea may be a good one, but it may not be suitable to the producer. It may not be suitable to the seller. That means it is not feasible. Then also it will cause the failure of the product. And the next one, improper test marketing of the product. That is wrong selection of respondents, and we are not selecting enough respondents or adequate number of respondents, and our selection of target market is a wrong one. Then our test marketing process will not be in the correct way. Then our result will be wrong, and it will cause product failure. And next one, untimely introduction of the product.
untimely introduction. The product should be introduced to the market when it is demanded by the consumer. And we are analyzing the demand of the consumers, and we are realizing that it is demanded by the consumer, but at the same time we take more time to produce the product and to implement it in the market. Then by that time the consumer will this product will be outdated in the market. The substitute products may come, or it may be introduced by another producer or another seller. Then our product, certainly it will be a failure. And the next one, faulty pricing of the product. Faulty pricing, if the intention of the producer is to make huge profitability, or to make a higher profit in a short run, then it will not be as expected by the consumer. The pricing will not be suitable to the consumer. Then there is product failure. And inadequate promotional efforts. If huge amounts are there for advertising and promotional expenses, if inadequate discounts and all those allowances are allowed to consumers, then we cannot earn anything from the selling of the product, and finally we have to withdraw it from the market. And next one, defective distribution policy. If the distribution policy, if we are selecting wrong retailers and wholesalers, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത നമ്മളുടെ പ്രതീക്ഷിക്കാത്ത അവർ ഉയർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സെയിലാവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ, ഇനബിലിറ്റി ടു കോമ്പീറ്റ് വിത്ത് റൈവൽ പ്രോഡക്ട്സ്. റൈവൽ പ്രോഡക്ട്സുമായിട്ട്, നമ്മുടെ കോമ്പറ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സുമായിട്ട് മാച്ച് ചെയ്യാൻ, അതിനോട് ചേർന്ന് പോവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ ഈ വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആണ്. ബട്ട് വി ഷുഡ് നോ ദീസ് റീസൺസ്, ആൻഡ് ഓൾ ദീസ് ആർ വേസ് ഫോർ പ്രൊഡക്റ്റ് ഫെയിലിയേഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് നമ്മൾ ഈ പ്രൊഡക്റ്റ് പോളിസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിനോടനുബന്ധിച്ച് ഈ ഒരു ഇത് നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രം. കാരണം പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അത് മാർക്കറ്റിൽ സക്സസ് ആവാനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എന്നാലാണ് ആ ഒരു അൾട്ടിമേറ്റ് എയിമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ സാധിക്കുള്ളൂ. സോ ഈ റീസൺസ് ഒന്ന് അനലൈസ് ചെയ്ത് വയ്ക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു അനലൈസ് an important process, and this process is known as consumer adoption process. Consumer adoption process, and here we are giving importance to consumer. You know who is a consumer, and also there is an important process. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രോസസ്സാണ് കൺസ്യൂമർ അഡോപ്ഷൻ എന്ന് പറയുന്നത്. ഹൗ ഫാർ ആൻഡ് ഹൗ മച്ച് ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ കൺസ്യൂമർ. നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രത്തോളം കൺസ്യൂമേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ, അഡോപ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു പർച്ചേസിങ് ഹാബിറ്റിലേക്ക്, അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ടേം. അപ്പോൾ ആ പ്രൊഡക്റ്റ് പൊസിഷനിങ് എത്രത്തോളം അവിടെ നടക്കുന്നുണ്ട്, എത്രത്തോളം പ്രൊഡക്റ്റിനെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ആ ഒരു ആക്സെപ്റ്റൻസാണ് എന്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക, ദിസ് കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ്സിലൂടെ കാണാനായിട്ട് സാധിക്കുക. ആ ഒരു അഡോപ്ഷൻ പ്രോസസ്സ് നന്നായിട്ട് നടന്നെങ്കിൽ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാവുള്ളൂ, മാക്സിമം സെയിൽസിലേക്ക് പോകുള്ളൂ. ആൻഡ് ഹിയർ ഈ അഡോപ്ഷൻ പ്രോസസ്സിൻ്റെ വേരിയസ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ സാധാരണ
അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഈ മാർക്കറ്റിങ്ങിൽ തന്നെ അതിനെക്കുറിച്ച് പഠിക്കും. അവിടെ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ് ആവാനായിട്ട് നമ്മൾ 4 പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കാറുണ്ട്. ആൻഡ് ദിസ് സാധാരണ ഇതിനെ എയ്ഡ പ്രോസസ്സ് എന്നാണ് പറയാറുള്ളത്, എയ്ഡ പ്രോസസ്സ്. ആൻഡ് ഹിയർ A stands for attention, I stands for interest, D stands for desire, and again A stands for action. And this process is known as AIDA process. അല്ല, ഈ ഒരു സാധാരണ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം it should attract the attention of the consumer. That is attention. That advertisement should be capable to attract the attention of consumers. And after that, after attention, the consumers should create a sense of interest in their own mind. And the advertisement should be capable to create interest in the mind of consumers. That is next one, interest to purchase that product or interest to avail that service, etc. And next one is this interest should be supplied or should be supplemented with the capacity as well as willingness to buy that product. So the consumer should have adequate willingness to buy as well as he should have the monetary capacity to buy the product, and that is a desire. The extreme sense of interest is desire. And after that he should take an action in the form that it should be purchased by the consumer. So sum total of this process is known as AIDA process. സാധാരണ അഡ്വർടൈസ്മെൻറ്റിൻ്റെയൊക്കെ എഫക്റ്റീവ്നെസ്സിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. ലൈക്ക് വൈസ് ഇവിടെ നമ്മൾ കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ആൻഡ് ഹിയർ ദ ഫസ്റ്റ് വൺ ഈസ് attention. Sorry, not attention. The first one is awareness. Second one is interest. Third one is evaluation. Fourth one is trial. And fifth one is adoption. These are the 5 important steps in the consumer adoption process, and the last one is adoption. So the first one is awareness. And what do you mean by awareness? The consumer should be aware of the products. This product is available in the market, and the seller or the producer can create such an awareness through their own promotional activities, through advertisement and other promotional activities. They can create an awareness in the minds of consumers. ഇന്ന പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് കൺസ്യൂമേഴ്സിനെ ബോധ്യപ്പെടുത്താനായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ അതൊക്കെ ചെയ്യാം. മാക്സിമം ഡീറ്റെയിൽസ്, മാക്സിമം കൺസ്യൂമർ എഡ്യൂക്കേഷൻ. യു നോ ദാറ്റ് ടേം, consumer education. Consumer education means consumer should be aware of each and every step or each and every movements in the markets, and producers and sellers, they are responsible to give all the informations relating to the movements in the market. So that's consumer awareness, and it's their right to be informed, is their right. Okay, then after that, after creating an awareness, then we are moving to interest. And this promotional activities, all these promotional activities should create interest in the mind of consumers. Interest create ചെയ്യുക. അവർക്കൊരു താല്പര്യം തോന്നണം, ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം പോരാ, അത് വാങ്ങിക്കാനായിട്ടുള്ളൊരു താല്പര്യം കൂടി അവരിലുണ്ടായിരിക്കണം. And after that they will evaluate the product. എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്?
ജസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ആ പ്രോഡക്റ്റ് നമ്മളെടുത്ത് അതിൻ്റെ പാക്കിംഗ് നമ്മൾ നോക്കി, ആ പാക്കിങ്ങിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് കൊടുത്തിട്ടുള്ളത് നോക്കുന്നു, അതിൻ്റെ പ്രൈസിങ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്, സ്പെസിഫിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ. Or we can ask to the sellers or various agents, എത്രത്തോളം ഉണ്ട് അതിൽ മാർക്കറ്റിലെ മൂവ്മെൻറ്റ്, എങ്ങനെയാണ് ആ പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് അല്ലേ, അത് ചോദിക്കുന്നതും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ. Or we can ask our neighbors or our friends or our relatives about the product performance, and all these are activities of evaluation. We are evaluating before purchasing and using the product. We are evaluating the product or service. So that is the step of evaluation. And after that, if the evaluation gives us a good picture about the product or service, it gives us a positive sense, and then we will go to the next process, that is trial means actually we are buying the product or purchasing the product or availing the service and experiencing the product or service. Actually നമ്മൾ റിയൽ സെൻസിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പീരിയൻസ് ചെയ്യാണ്. ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണെന്ത്, ട്രയൽ. ആൻഡ് after the trial, if we are satisfied in the performance of the product or service, then that product or service will be adopted by the consumer, and for a long run or as in a continuous purchase, he will purchase or he will avail the same product or service. ഒരു ലോങ് റണ്ണിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ബേസിസിൽ കൺസ്യൂമർ ആ പ്രോഡക്റ്റോ ആ സർവീസോ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ദെൻ ആ ഒരു പ്രോസസ്സിന്, ആ ഒരു കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സെല്ലറെ സംബന്ധിച്ചിടത്തോളം വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ കൺസ്യൂമർ അഡോപ്ഷൻ പ്രോസസ്സ്, ദർ ആർ 5 important steps. First one is awareness, second one is interest, third one is evaluation, fourth one trial, the last one is adoption. Okay. Next we can go to adopter groups. There are various types of adopters. പലതരം അഡോപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നു. Adopter groups. Okay, and we can see that there are 5 important types of adopter groups. 5 പ്രധാന തരത്തിലുള്ള അഡോപ്റ്റർ ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് എ റിസ്ക് ബെയറിംഗ് ടൈപ്പ് ഓഫ് ബയേഴ്സ് ഓർ പർച്ചേസേഴ്സ്, and they are known as innovators. First group is known as innovators. And who are innovators, and what is their common character? ആരാണ് ഇന്നോവേറ്റർ? ഇന്നോവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂമറിൻ്റെ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ്. അഡോപ്റ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു മീനിങ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺസ്യൂമർ അഡോപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുകയും ട്രയൽ നടത്തി അത് വാങ്ങിക്കുകയും ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആളെ വിളിക്കുന്ന പേരാണ് അഡോപ്റ്റർ. അതേസമയം അഡോപ്ഷൻ രീതിയിൽ തന്നെ പല ഗ്രേഡിലുള്ള, പല റേഞ്ചിലുള്ള, പല മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ അവരുടെ ആ ഒരു ക്യാരക്ടറിനനുസരിച്ചിട്ടാണ് ഇവിടെ ഒരു 5 ഗ്രൂപ്പുകളായിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അവരെന്തുദ്ദേശത്തോടുകൂടി ഒരു നമ്മൾ ലോങ് റണ്ണിലേക്ക് വാങ്ങിക്കാമെന്ന് പറയുമ്പോഴും അവിടെ എത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ടത് പോകുന്നു, എന്ത് മെൻറ്റാലിറ്റിയിലാണത്, അവരെന്തൊക്കെ ഹോംവർക്ക് ചെയ്തിട്ടാണത് വാങ്ങിക്കുന്നത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ബേസിസിലാണ് നമ്മൾ
ഈ കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അഡോപ്ഷൻ പ്രോസസ്സ് നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, ഇന്നോവേറ്റേഴ്സ് എന്ന് പറയും. ഇന്നോവേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ always ready to take risk and but at the same time they always search for innovation. പുതിയ പ്രോഡക്റ്റ് എവിടെയുണ്ടോ, എങ്ങനെയുണ്ടോ, ഏത് മാർക്കറ്റിലാണോ അത് അവൈലബിൾ ആയിട്ടുള്ളത്, at that time itself they will go to the market and buy that product. So that is innovator or that's a group of innovators. അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അവരൊന്നും നോക്കില്ല. പർച്ചേസ് ചെയ്യുന്ന പുതിയ പ്രോഡക്റ്റ് എവിടെ ഉണ്ടെങ്കിലും ചില ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, പരസ്യങ്ങളിൽ പുതിയ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അവരപ്പം തന്നെ അത് പരീക്ഷിച്ച് നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇന്നോവേറ്റേഴ്സ്. പ്രൈസ് കൂടിക്കോട്ടെ, സാധനം റെയറായിട്ട് കിട്ടിക്കോട്ടെ, എങ്ങനെ ആയാലും അവർക്ക് വിരോധമില്ല. പക്ഷേ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, സിനിമ റിലീസാവുന്നുണ്ട് അന്ന് തന്നെ പോയി കാണണം, അതവർക്ക് നിർബന്ധമാണ്. വേറെ ആരെങ്കിലും പോകുന്നതിന് മുമ്പ് ആദ്യം ഞാൻ കണ്ടു, അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു തിങ്കിങ് ആണത്. ഓക്കെ, അതുപോലെ പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അതെന്ത് ചെയ്യുക, വാങ്ങുക. സോ ദേ ആർ നോൺ ആസ് ഇന്നോവേറ്റേഴ്സ്. ഇനി അടുത്ത വിഭാഗമാണ് ദാറ്റ് ഈസ് ഏർലി അഡോപ്റ്റേഴ്സ്. And who are early adopters? ഏർലി അഡോപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേറ്റേഴ്സിൻ്റെ അത്ര പെട്ടെന്ന് ഏർലി അഡോപ്റ്റേഴ്സ് സാധനം വാങ്ങിക്കില്ല. പുതിയതൊരെണ്ണം മാർക്കറ്റിൽ വന്നു എന്ന് പറയുന്നതോടുകൂടി അവർ ചാടി വീണ് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യില്ല, വാങ്ങില്ല. അതിന് പകരം ദേ വിൽ തിങ്ക് അബൌട്ട് ദ റിലേറ്റീവ് അഡ്വാൻറ്റേജസ്. ആ ഒരു വാക്കിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. The relative advantages of the product. And what do you mean by relative advantage? They will compare the price, they will compare the quality, they will compare the quantity, they will compare the availability of the different product or the substitute products to this product. ആ ഒരു കമ്പാരിസൺ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റുകളുടെയും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെയും ആ ഒരു റിലേറ്റീവ് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ അവരതെന്ത് ചെയ്യുള്ളൂ, അഡോപ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് ദേ ആർ ഒപ്പീനിയൻ ലീഡേഴ്സ് ഹു ക്യാൻ ഇൻഫ്ലുവൻസ് ദ പൊട്ടൻഷ്യൽ ബയേഴ്സ്. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ഇൻഫ്ലുവൻസ് അതർ ബയേഴ്സ് ഇൻ എ ബെറ്റർ വേ. ഇറ്റ് മീൻസ് ദാറ്റ് ദേ ക്യാൻ കൺട്രോൾ ദ മാർക്കറ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് എന്ത് ചെയ്യും, സാധിക്കും. ബിക്കോസ് ബാക്കിയുള്ള ബയേഴ്സിനെയും കൂടി അല്ലേ, ആ ഒരു റിലേറ്റീവ് പ്രൈസ്, ഇന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസിനേക്കാളും കൂടുതലാണ് ഈ പ്രൈസ് അല്ലേ, അങ്ങനെ ചില ഇൻഫർമേഷൻ തരുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ സെല്ലേഴ്സ് തന്നെ ആയിരിക്കാം അല്ലേ, ഷോപ്പ് നടത്തുന്നവരായിരിക്കാം, ഏജൻറ്റുമാരായിരിക്കാം. ആര് തന്നെയായാലും അവരുടെ ഒപ്പീനിയൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അതർ കൺസ്യൂമേഴ്സ് ഓൾസോ. ദെൻ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്, ഏർലി അഡോപ്റ്റേഴ്സ്. ഹിയർ ഓൾസോ അഡോപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, ബട്ട് ഓൺലി ആഫ്റ്റർ കമ്പാരിറ്റീവ് സ്റ്റഡി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഏർലി മെജോറിറ്റി. നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ആസ്, മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പേരാണ് ഏർലി majority. And what is early majority? Early majority means that here the adoption process will happen only after the product has been proven as a success in the market. അതായത് മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അവർ അഡോപ്റ്റ് ചെയ്യില്ല. മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് റിലേറ്റീവ് സ്റ്റഡി നടത്തിയതിന് ശേഷം അവരത് അഡോപ്റ്റ് ചെയ്യില്ല. പിന്നെ എപ്പോഴാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്? മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബാക്കിയുള്ളവർ അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡീസ് നടത്തി അവർ അതിനെ അഡോപ്റ്റ് ചെയ്ത്
മാർക്കറ്റിൽ ഒരുവിധം സക്സസ്ഫുള്ളാണ് എന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം അഡോപ്ഷൻ പ്രോസസ്സ് നടത്തുന്ന കൺസ്യൂമേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഏർലി മെച്ചോറിറ്റി. ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ മെജോറിറ്റി കൺസ്യൂമേഴ്സും ഏത് ടൈപ്പാണ്? ഈ ഒരു വിഭാഗത്തിലാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ വിഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, പെടുന്നത്. ഏർലി മെജോറിറ്റി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുന്നത്. സോ they are known as early majority, and the next one is known as late majority. Late majority. Late. And what is late majority, or which type of consumers are known as late majority consumers? Late majority consumers, they will also adopt the process or adopt the product or service, but only after a long time. അതായത് പെട്ടെന്ന് തന്നെ അവരത് അഡോപ്റ്റ് ചെയ്യില്ല. അതിൽ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയതിന് ശേഷവും അവരത് അഡോപ്റ്റ് ചെയ്യില്ല. അതിൻ്റെ സക്സസ് ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷവും അവർ അഡോപ്റ്റ് ചെയ്യില്ല. അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും സംശയമാണ്. അതായത് കുറച്ചും കൂടി ഒരു ട്രഡീഷണൽ വേയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അഡോപ്റ്റ് ചെയ്യും, ചെയ്യേണ്ടെന്നൊന്നും അവർ പറയുന്നില്ല. പക്ഷേ കുറച്ച് താമസം കഴിഞ്ഞിട്ട്, ഇപ്പോൾ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒക്കെയാണ് സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാർ, ലേറ്റ് മെജോറിറ്റിക്കാർ എന്ത് ചെയ്യുള്ളൂ. ഇവർ ഏർലി മെജോറിറ്റിക്കാരെ പോലെ തന്നെയാണ്, പക്ഷേ അവരുടെ പ്രത്യേകത ഏർലി മെജോറിറ്റിനേക്കാളും ലേറ്റായിട്ടാണ് പ്രോഡക്റ്റിനെ അവരെന്ത് ചെയ്യുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. പലപ്പോഴും അവിടെ ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ദേ ആർ സ്കെപ്റ്റിക്കൽ അബൌട്ട് ദി പ്രൊഡക്റ്റ്. അവർക്ക് സംശയമാണ്. സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണോ ചീത്തയാണോ, നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുമോ, മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ അവർ വളരെ സംശയാലുക്കളാണ്. അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്, ലേറ്റ് മെജോറിറ്റി. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് തീർത്തും വളരെ മോശം കാര്യമാണെന്നോ അല്ലെങ്കിൽ അത് പ്രശ്നമുണ്ടാക്കുമെന്നോ ഒക്കെ ഉള്ളൊരു തോന്നലാണ്. ചില ആൾക്കാർ ഇപ്പോഴും ATM കാർഡ് യൂസ് ചെയ്യാറില്ല. അതെന്തുകൊണ്ടായിരിക്കാം? അവർക്ക് പേടിയാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, നമ്മുടെ അക്കൗണ്ടിനെ അത് എഫക്റ്റ് ചെയ്യുമോ, അക്കൗണ്ടിലുള്ള പൈസ പോവുമോ എന്നൊക്കെയുള്ള പേടി. അപ്പം ന്യൂ ടെക്നോളജി അവർക്ക് ഫുള്ളി അവരെ അവോയ്ഡ് ചെയ്യുന്നില്ല, പക്ഷെ അതിനെ ഒരു സംശയദൃഷ്ടിയോട് കൂടിയിട്ട് നോക്കിക്കാണുന്ന വ്യക്തികൾ വിളിക്കുന്ന പേരാണ് ലേറ്റ് മെജോറിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ, ലെഗാർഡ്സ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് they are known as laggards. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും പുതിയ ടെക്നോളജി ആക്സെപ്റ്റ് ചെയ്യാത്ത വ്യക്തികളാണ് എന്തെന്ന് പറയുന്നത്, ലെഗാർഡ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 5 ഗ്രൂപ്പുകളിൽ ഏറ്റവും സ്ലോ ആയിട്ട് മാത്രം ഒരു പ്രൊഡക്റ്റിനെ അവർ അഡോപ്റ്റ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതേസമയം അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ അഡോപ്റ്റർ ഗ്രൂപ്പ്സിൽ അവരുടെ പേര് വരാൻ കാരണം. അതേസമയം വളരെ ചെറിയൊരു പെർസെൻറ്റേജിൽ വളരെ താമസിച്ച് മാത്രം അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്, ലെഗാർഡ്സ്. അവർക്ക് ന്യൂ ടെക്നോളജിയോട് ഒട്ടും തന്നെ ഇഷ്ടമില്ല, പക്ഷേ അവസാനം അത് ഉപയോഗിക്കേണ്ടി വരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ പണ്ട് ഉണ്ടായിരുന്ന സമയത്ത് കുറേ പേരൊന്നും അത് യൂസ് ചെയ്യാനേ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ പല പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഉന്നയിച്ചിരുന്നു. അതേസമയം പിന്നീട് കാലം മാറിയപ്പോൾ അതില്ലാതെ നമുക്ക് പറ്റില്ല എന്നായി. അത് അഡാപ്റ്റ് ചെയ്യാതെ നമുക്ക് നിവൃത്തിയില്ലാത്ത, നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടല്ല, പക്ഷെ നമ്മളത് എന്ത് ചെയ്യുന്നു, അഡാപ്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നുമായിരിക്കാം. ആവുന്നത്ര ആ ഒരു അഡോപ്ഷൻ ഒഴിവാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതേസമയം പോസിബിൾ അല്ലാത്തതുകൊണ്ട്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ. അപ്പം ഇങ്ങനെ
5 ഗ്രൂപ്പുകളിൽ, അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം 4ഉം, 3ആണ് ഏറ്റവും മെജോറിറ്റി, അതായത് ഏർലി മെജോറിറ്റി എന്ന് പറയുന്ന ആൾക്കാർ, അവരാണ് ഏറ്റവും കൂടുതലായിട്ട് മാർക്കറ്റിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ. അതോടൊപ്പം തന്നെ ലേറ്റ് മെജോറിറ്റിക്കാരും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഏർലി മെജോറിറ്റി ആൻഡ് ലേറ്റ് മെജോറിറ്റി എന്നുള്ള 2 വിഭാഗത്തിൽ പെടും. ഇവർ ഈ 2 പേരുമാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ ഭരിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വ്യക്തികൾ. അതുകൊണ്ടാണ് അവരെ മെജോറിറ്റി എന്ന് പറയുന്ന വിഭാഗത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതിനെ 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ഏർലി മെജോറിറ്റി ആൻഡ് ലേറ്റ് മെജോറിറ്റി. ഓക്കെ, സോ ദീസ് ആർ വേരിയസ് കൺസ്യൂമർ അഡോപ്റ്റർ ഗ്രൂപ്പ്സ്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഇന്നോവേറ്റേഴ്സ്, ഏറ്റവും ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്ന അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അതിന് താമസിച്ച് അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഏർലി അഡോപ്റ്റേഴ്സ്. ഓക്കെ, പ്രൈസ് അതിലുള്ള ഇവാലുവേഷൻസ് നടത്തിയിട്ട്. നെക്സ്റ്റ് ഏർലി മെജോറിറ്റി, അവരൊന്നും കൂടി അതിനെ ഏർലി അഡോപ്റ്റേഴ്സിനേക്കാളും താമസിച്ചാണ് ആര് ചെയ്യുക, ഏർലി മെജോറിറ്റിക്കാർ അഡോപ്റ്റ് ചെയ്യുന്നത്. അതേസമയം കുറച്ചും കൂടി ഇവാലുവേഷൻ അല്ലെങ്കിൽ അത് സക്സസ് ആണോ എന്നതിന് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. 4ാമത്തെ ലേറ്റ് മെജോറിറ്റി, 5ാമത്തെ ലെഗാർഡ്സ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കുക. ഇനി അവിടെ 1-2 ചെറിയ ടോപ്പിക്കുകൾ അവിടെ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് റിലേഷൻഷിപ്സ് ആണ്. പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് റിലേഷൻഷിപ്പ്, ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡിങ്, വെദർ ദിസ് സെയിൽസ് ഓർ പ്രോഫിറ്റബിലിറ്റി is related to branding or brand processing? And you know what is branding? Brand means a peculiar name we are giving to our product, and it is branding that causes or that raises the goodwill or image of the of our goods and services. And so this branding is an important process. It's very complicated process while deciding the name and our trademark or and our brand mark. That much attention we should give that process, then only it will be a successful one. That product will be successful in the market. So അപ്പോൾ എത്രത്തോളം പ്രൊഡക്റ്റും ബ്രാൻഡിങ്ങായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഉള്ളത്. മാത്രമല്ല വളരെ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ്. എത്രത്തോളം നമ്മൾ ബ്രാൻഡിങ് നടത്തുന്നുണ്ടോ അത്രത്തോളം പ്രൊഡക്റ്റ് എന്താവും, നന്നാവും അല്ലേ. എത്രത്തോളം നമ്മളതിനെ ബ്രാൻഡിങ്ങിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്കത് നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കവിടെ പറയാനായിട്ട് സാധിക്കുക. So these are the important topics that come under product planning and development. നമ്മളിപ്പോൾ പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലാണ് എത്തി നിൽക്കുന്നുള്ളൂ അല്ലേ. ഒരുപാട് നമുക്കിനിയും പഠിക്കാനുണ്ട്. അതിൽ പ്രൊഡക്റ്റ് പോളിസിയിൽ വരുന്ന അതിൻ്റെ താഴെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോളിസിയാണ് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു 3-4-5 പേജുകൾ നമ്മളിപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞു, പഠിച്ച് കഴിഞ്ഞു. In this product planning and development itself, we have studied some important topics. What is planning and development, product life cycle, new product development, strategies to be used in different stages of life cycle or PLC, and what is product failure, its important causes, like consumer adoption process as well as different types of consumer adopter groups we have studied. Relationship between branding as well as product also we have analyzed. So കുറച്ച് ടോപ്പിക്കുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് അല്ലേ. ഇതൊക്കെ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്ന് പഠിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. So we can meet in the next class with another important product policy, and it is known as product line. Okay, and after that we have to study or we have to analyze about product mix. Okay, then after product mix we have to study about positioning, branding, packaging, etc.
അപ്പോൾ അതും കൂടെ കഴിഞ്ഞാലാണ് ഈ ഒരു പ്രൊഡക്റ്റ് പോളിസി എന്ന് പറയുന്നൊരു സംഭവം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ യു ഹാവ് ടു സ്റ്റഡി ഈച്ച് ടേം. അതിൽ പറയുന്ന മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ടേംസുകൾ അതിൽ വരുന്നുണ്ട്. ആ ടേംസിൻ്റെയൊക്കെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നന്നായിട്ട് പഠിക്കുക. Then we can see in the next class with another topic or the new topic, product line. Okay, then thank you.